ഹരി ഓം. ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സംസ്കൃത നവനീതം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സുബ്രഹ്മണ്യ സ്വാമിയെ ധ്യാനിക്കുന്ന 2 ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ആദ്യമായിട്ട് ആ ശ്ലോകങ്ങൾ ചൊല്ലാം. സ്കന്ദായ കോമളാംഗായ സച്ചിദാനന്ദമൂർത്തയേ മമ ദുഃഖവിനാശായ ഷൺമുഖായ നമോ നമഃ. ഷഡാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. അപ്പോൾ ഇവിടെ ആദ്യത്തെ ശ്ലോകം നമുക്ക് ആദ്യം അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യത്തെ ശ്ലോകം: സ്കന്ദായ കോമളാംഗായ സച്ചിദാനന്ദമൂർത്തയേ മമ ദുഃഖവിനാശായ ഷൺമുഖായ നമോ നമഃ. അപ്പോൾ ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. സ്കന്ദായ, സ്കന്ദ എന്ന് പറയുമ്പോൾ അവിടെ ഭഗവാന്റെ ആ നാമമാണ്, സുബ്രഹ്മണ്യൻ എന്നുള്ള അർത്ഥം വരുന്ന നാമമാണ്. കോമളാംഗായ, മനോഹരമായ കോമളമായ അംഗത്തോട്, ശരീരത്തോടു കൂടിയ ഭഗവാൻ എന്നുള്ള അർത്ഥമാണ്. സച്ചിദാനന്ദമൂർത്തയേ, സച്ചിദാനന്ദ, സത്തും ചിത്തും ആനന്ദവും സ്വരൂപമായിട്ടുള്ള ഭഗവാൻ എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ. അതുപോലെ ഷൺമുഖായ, ഷൺമുഖായ എന്ന് പറയുമ്പോഴും ഷൺമുഖൻ എന്ന് പറയുന്നതും ഭഗവാന്റെ നാമമാണ്. 6 മുഖമുള്ളവൻ എന്നർത്ഥം വരുന്ന ഷൺമുഖൻ. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ മമ ദുഃഖവിനാശായ, എൻ്റെ ദുഃഖങ്ങൾക്ക് അത് നശിപ്പിക്കുന്നതിനായിട്ട്, ദുഃഖങ്ങളില്ലാതാക്കുന്നതിനായിട്ട് ഞാൻ അങ്ങയെ ധ്യാനിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രാർത്ഥന വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. സ്കന്ദനായ, കോമളമായ ശരീരത്തോടു കൂടിയവനായ, സത്തും ചിത്തും ആനന്ദവും സ്വരൂപമായ ഭഗവാൻ, 6 മുഖമുള്ളവൻ ഷൺമുഖനായ ഭഗവാനെ എൻ്റെ ദുഃഖങ്ങളെല്ലാം നശിക്കുന്നതിനായിട്ട് ഞാൻ ധ്യാനിക്കുന്നു. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി അടുത്ത ശ്ലോകം ചൊല്ലാം. ഷഡാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. ഷഡാനനം, ഷഡാനനം എന്ന് പറയുന്നതും 6 മുഖം. ആനനം എന്ന് പറഞ്ഞാൽ മുഖമാണ്, ഷഡ് എന്ന് പറയുമ്പോൾ 6 എന്നർത്ഥം. അപ്പോൾ 6 മുഖത്തോടു കൂടിയവൻ. കുങ്കുമരക്തവർണം, കുങ്കുമവർണ്ണത്തോട്, അപ്പോൾ ഭഗവാന്റെ ആ നിറത്തിനെയാണ്, വർണ്ണത്തെ അവിടെ പറയുന്നത്. കുങ്കുമരക്തവർണ്ണത്തോടു കൂടിയ ഭഗവാൻ, കുങ്കുമത്തിൻ്റെ ആ അത്ര ചുമന്ന നിറം, അത്ര മനോഹരമായ വർണ്ണത്തോടു കൂടിയ ഭഗവാൻ. മഹാമതി, മഹാമതി എന്ന് പറഞ്ഞാൽ അതിബുദ്ധിമാൻ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അതിബുദ്ധിമാനുമായ ദിവ്യമയൂരവാഹനം, ഭഗവാന്റെ വാഹനത്തെയാണ് അവിടെ പറയുന്നത്. ദിവ്യമായ മയൂരവാഹനനായ ഭഗവാൻ, ഭഗവാന്റെ വാഹനം മയൂരമാണല്ലോ. അപ്പോൾ ദിവ്യമയൂരവാഹനനായ ഭഗവാൻ. രുദ്രസ്യ സൂനും, രുദ്രൻ എന്ന് പറഞ്ഞാൽ ശിവൻ എന്നർത്ഥം. അപ്പോൾ ശിവൻ്റെ സൂനും, പുത്രനായ, ശിവൻ്റെ പുത്രനായ ഭഗവാൻ. സുരസൈന്യനാഥം, സുരൻ എന്ന് പറഞ്ഞാൽ ദേവന്മാർ. അപ്പോൾ സൈന്യം, ദേവസൈന്യത്തിൻ്റെ നാഥൻ, അപ്പോൾ ദേവസേനാധിപനായിട്ടുള്ള ഭഗവാൻ. അങ്ങനെയുള്ള ഗുഹം, ഗുഹനെ, ഗുഹൻ എന്ന് പറഞ്ഞാലും സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു നാമധേയമാണ്. സദാഹം, സദാ അഹം, സദാ എപ്പോഴും ഞാൻ, അഹം എന്ന് പറഞ്ഞാൽ ഞാൻ. ശരണം പ്രപദ്യേ, ശരണം പ്രപദ്യേ എന്ന് പറഞ്ഞാൽ പ്രാപിക്കുന്നു എന്നാണ് അർത്ഥം.
അപ്പോൾ അവിടെ ഒന്നുകൂടെ മുഴുവനായിട്ട് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. ആറുമുഖത്തോടു കൂടിയ ഷഡാനനായ ഭഗവാൻ, കുങ്കുമ രക്തവർണ്ണത്തോടു കൂടിയവനായ ഭഗവാൻ, അതിബുദ്ധിമാനും ദിവ്യമയൂരവാഹനനുമായ ശിവൻ്റെ പുത്രനും ദേവസേനാപതി ആയ ഗുഹനെ സുബ്രഹ്മണ്യസ്വാമിയെ ഞാൻ എപ്പോഴും ശരണം പ്രാപിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി ആ 2 ശ്ലോകങ്ങളും ഒന്നുകൂടെ ചൊല്ലിക്കൊണ്ട് ഈ പ്രാർത്ഥന ഇവിടെ പൂർത്തിയാക്കാം. സ്കന്ദായ കോമളാംഗായ സച്ചിദാനന്ദമൂർത്തയേ മമ ദുഃഖവിനാശായ ഷൺമുഖായ നമോ നമഃ. ഷഡാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. സർവം ഗുരുപവനപുരേശ്വരാർപ്പണമസ്തു.